ഒരു റൂമിൽ ഖുർആൻ ഓതുമ്പോൾ മറ്റേ റൂമിൽ രാമായണം പാരായണം ചെയ്യുന്ന കുട്ടികൾ. ഈ തെന്നാടൻ സുബൈദ എന്ന് പറഞ്ഞത് അസീസാജി എന്ന് പറഞ്ഞ ഒരു മദ്രസ മൗല്യമായിട്ടുള്ള അവരുടെ ഭാര്യയാണ്. ഇവരുടെ ഒരു വീട്ടിലൊക്കെ സഹായിയായിട്ട് ചക്കി എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരി ഉണ്ടായിരുന്നു. ചക്കി പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ 3 കുട്ടികളാണ്. അവരുടെ സംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ കുട്ടികളടുത്തേക്ക് തെന്നാടൻ സുബൈദ കടന്നു വരികയാണ് വീട്ടിലേക്ക്. എന്നിട്ട് 3 കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ വാരിപ്പുണർന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഉസ്താദ് പറഞ്ഞു, സുബൈദ നമുക്ക് ഇനി മുതൽ 6 മക്കളാണ് എന്ന് പറഞ്ഞിട്ട് ചക്കിയുടെ 3 മക്കളും ഇവരുടെ 3 മക്കളും പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഖുർആൻ ഓതുമ്പോൾ മറ്റേ റൂമിൽ രാമായണം പാരായണം ചെയ്യുന്ന കുട്ടികൾ. അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും കാണാം. അതാ ഞാൻ പറഞ്ഞു, മലപ്പുറത്തിൻ്റെ മനസ്സറിയാത്തത് കൊണ്ടാണ് ഇത്. എന്നിട്ട് അവരെ വളർത്തി വലുതാക്കിയെന്ന് മാത്രമല്ല, ഈ 2 മക്കളെയും കെട്ടിച്ചയച്ചു, 2 പെൺമക്കളെ. ശ്രീധരനെ കെട്ടിച്ചയച്ചു. ശ്രീധരന് ജോലിക്കായിട്ട് ഒമാനിലേക്ക് വിസ കൊടുത്തു. അവൻ ജോലി ചെയ്യുമ്പോഴാണ് തെന്നാടൻ സുബൈദ മരിക്കുന്നത്. മരിച്ചതിന് ശേഷം ശ്രീധരൻ വരുന്നു. ശ്രീധരൻ വന്നിട്ട് അവന് ഈ മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ട് അവൻ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും തെന്നാടൻ സുബൈദയുടെ ഖബറിങ്ങ പോയിട്ട് പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. ദുആ ചെയ്തിട്ട് പറയും, എൻ്റെ ഉമ്മാക്ക് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ, സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ. ഈ സുബൈദയുടെ 3 മക്കൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വന്ന് അവർ പ്രാർത്ഥിക്കുന്നതിൽ ആമീൻ ചൊല്ലിയിട്ട് അവനവിടെ നിന്ന് മടങ്ങിപ്പോവുള്ളൂ. ഇതാണ് മലപ്പുറത്തിൻ്റെ കഥ.